വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ്. പൂട്ടിക്കിടന്ന വീട്ടിലെ ഫ്രിഡ്ജിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എറണാകുളം ചോറ്റാനിക്കരയിലെ ആൾതാമസമില്ലാത്ത വീട്ടിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും അടക്കം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ താമസിക്കുന്ന മംഗലശ്ശേരി ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഡോക്ടറായ ഇദ്ദേഹം വർഷങ്ങളായി കൊച്ചിയിലാണ് താമസം. ചോറ്റാനിക്കരയിലെ വീട് 30 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു. വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ അസ്ഥികളും തലയോട്ടിയും ഒക്കെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഫ്രിഡ്ജിലെ കവറുകളിലാക്കിയ നിലയിലാണ് പോലീസ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് പോലീസ് വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയാണ് ഫ്രിഡ്ജിൽ നിന്നും അസ്ഥികൂടവും തലയോട്ടിയും അടക്കം കണ്ടെത്തുന്നത്. ചോറ്റാനിക്കര പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. സംഭവത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ചോറ്റാനിക്കര എരുവേലി പാലസ് സ്ക്വയറിന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിലാണ് വിവിധ കവറുകളിലായി അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വീടിനകത്ത് നിന്നാണ് തലയോട്ടിയടക്കം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 30 വർഷമായി ആൾതാമസമില്ലാത്തതിനാൽ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താവളമായിരുന്നു ഈ വീടെന്നാണ് വിവരങ്ങൾ. ഇവരുടെ ശല്യത്തെക്കുറിച്ച് നാട്ടുകാരാണ് അടുത്തിടെ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് പരിശോധിക്കാൻ എത്തിയതായിരുന്നു. ഈ പരിശോധനയിലാണ് തലയോട്ടിയും അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളടക്കം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നതുൾപ്പെടെ കൃത്യമായ വിവരമൊന്നും തന്നെ പോലീസിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി വരുന്നു. അതേസമയം വൈറ്റിലയിൽ താമസിക്കുന്ന ഡോക്ടറുടെ വീടാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായി ആൾതാമസമില്ലാത്ത വീടാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ആളില്ലാത്ത സ്ഥലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ ക്രിമിനലുകൾ വന്നു പോകുന്നതെന്നും നാട്ടുകാരടക്കം പറയുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും അസ്ഥികൂടങ്ങളടക്കം കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പറയുന്നത്. അതായത് കൊച്ചിയിൽ താമസിക്കുന്ന മംഗലശ്ശേരി ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ള ഈ വീട്ടിൽ 30 വർഷമായി തന്നെ ആരും തന്നെ താമസിക്കുന്നില്ല. എന്നാൽ സാമൂഹ്യ വിരുദ്ധർ അടുത്തിടെ അഴിഞ്ഞാട്ടം നടത്തുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്നാൽ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ ഡോക്ടറായിട്ടുള്ള ഇദ്ദേഹം വർഷങ്ങളായി തന്നെ കൊച്ചിയിൽ സ്ഥിര താമസക്കാരനാണ്. ചോറ്റാനിക്കരയിലെ വീട് 30 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. വീട്ടിനുള്ളിലെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥികളും തലയോട്ടിയടക്കം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ ആരുടെ തലയോട്ടിയെന്നോ അല്ലെങ്കിൽ കൊലപാതകം നടത്തിയതിന് പിന്നാലെ കൊണ്ട് വെച്ചതാണോ ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഫ്രിഡ്ജിൽ കവറുകളിലാക്കിയ നിലയിലാണ് പോലീസ് ഇവ കണ്ടെത്തുന്നത് തന്നെ. അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളതായി തന്നെ നാട്ടുകാരടക്കം പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ തലയോട്ടിയും അസ്ഥികൂടമടക്കം കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കൂടുതൽ അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.